വീഡിയോ ആണ്. സിമ്പിൾ കുക്കിംഗ് ആൻഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടോസ്റ്റഡ് റെസിപ്പിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ ഇഷാനി കൃഷ്ണയുടെ ഒരു സിമ്പിൾ നല്ലൊരു ടേസ്റ്റി റെസിപ്പി കാണുന്നത്. ടേസ്റ്റി റെസിപ്പി എന്ന് ഞാൻ ഇപ്പം തന്നെ പറയാനുള്ള കാരണം ഇത് ഞാൻ മുന്നൊരു തവണ ഉണ്ടാക്കി നോക്കിയായിരുന്നു. പക്ഷേ അതിന് മെയിനായിട്ടുള്ള ബോക്ചോയ് ലീവ്സ് ഈ ലീവ്സ് എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബ്ലിങ്കിറ്റിൽ നിന്ന് എനിക്ക് നോക്കിയപ്പോൾ എവിടെയും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. അപ്പം ഞാനന്ന് വേറൊരു ഗ്രീൻ ലീഫി വെജിറ്റബിൾ യൂസ് ചെയ്തിട്ടുണ്ടാക്കി. പക്ഷെ ആ ചേച്ചി പറഞ്ഞ പോലെ തന്നെ അതുകൊണ്ട് ആ ഒരു ലീഫിൻ്റെ ഒരു കയപ്പ് ടേസ്റ്റ് അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. ഞാൻ അങ്ങനെ ഹോസ്റ്റലിൽ പോയി. അപ്പം ഇന്ന് ബ്ലിങ്കിറ്റിൽ നോക്കിയപ്പോൾ സമയം കളയാണ് മേടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷാനി കൃഷ്ണ ഇൻസ്പയർഡ് ആയിട്ടുള്ള ടോസ്റ്റഡ് ടേസ്റ്റി റെസിപ്പിയാണ്. അതിനോട്ട് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് ഗാർലിക്കാണ്, മഷ്റൂം കട്ട് ചെയ്യണം, ബോക്ചോയ് ലീവ്സ് ഉണ്ട്. ഇതും കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് വയ്ക്കണം. ഭയങ്കര കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ കാണിച്ചത്. കട്ട് ചെയ്യാനും സഹായം ഇല്ല, വീഡിയോ എടുക്കാനും ആരുടെ ഹെൽപ്പൊന്നും ഇല്ല. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുന്നതൊന്നും വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം. പക്ഷെ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കഷ്ണമാക്കി പെട്ടെന്ന് തന്നെ ചതന്നിട്ട് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഇട്ടിട്ട് ഒരു കഷ്ണം കൂടി ആക്കാം. എന്തായാലും ചതയാനുള്ളതല്ലേ. ഓക്കെ, ഇതെല്ലാം ചതച്ച് ഉള്ളിയൊന്നുമില്ല, ഉള്ളിലേക്ക് വേണം അതിൻ്റെ. ഓക്കെ, ആൻഡ് എന്തായാലും ചതയ്ക്കാനുള്ള കാരണം അങ്ങനെ ഷേപ്പായിട്ടൊന്നല്ല കട്ട് ചെയ്യണേ. എങ്കിൽ നമുക്ക് ഇനി ഉള്ളിലേക്ക് ഇടാണ്ട് ഇവിടെ വെച്ചിട്ട് ചതച്ച് നോക്കാം. ഇവിടെ വെച്ചിട്ട് വേണ്ട, ഓരോന്നായിട്ട് ചതയ്ക്കുമ്പോൾ നന്നായിട്ട് ചതയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പണ്ടത്തെ വീഡിയോ പോലെയൊന്നുമല്ല, നല്ല ടേസ്റ്റിലായിട്ടാട്ടോ. ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കി നോക്കിയതെന്ന് പറഞ്ഞില്ലേ, നല്ല ടേസ്റ്റുള്ള ഐറ്റം തന്നെയാണ്. ആ ഒരു മഷ്റൂമിൻ്റെയും ആ ഒരു ബട്ടറിൻ്റെ ഒരു എഗ്ഗിൻ്റെയും ഗാർലിക്കിൻ്റെയും മിക്സ് ചെയ്തിട്ടുള്ള വരുന്ന ബോയിൽ ചെയ്തിട്ട് വരുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർ മസ്റ്റ് ട്രയബിൾ ഐറ്റം. മഷ്റൂം എന്നൊക്കെ പറയുമ്പോൾ ഇത് ബട്ടൺ മഷ്റൂം, പക്ഷെ ഇതിനേക്കാൾ ടേസ്റ്റ് നമ്മുടെ പാടത്തു നിന്നൊക്കെ എനിക്ക് കുളത്തുനിന്ന് പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ പാടത്തിൻ്റെ അവിടെയൊക്കെ ഉണ്ടാകത്തില്ല ഒരു മഷ്റൂം. അയ്യോ, ആ മഷ്റൂമിനൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ. പക്ഷെ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര കുറച്ചായിരിക്കും, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിരിക്കും. ഈ തൊലി കളഞ്ഞിട്ട് വേണം നമ്മളിങ്ങനെ മഷ്റൂം കുക്ക് ചെയ്യാനായിട്ട്. കണ്ടോ, ആ തൊലി ഇങ്ങനെ വന്നു. അപ്പം അത് നമ്മളിങ്ങനെ എടുക്കണം. അങ്ങനെ നമുക്ക് എല്ലാതും 1 2 അടിച്ചു. ഒരു സാധനം അവിടെ ശല്യം ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ കിച്ചണിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് കഴിക്കാൻ വരാം. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ആ ഒരു സിമ്പിൾ റെസിപ്പി പോലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല മര്യാദയ്ക്ക് എന്നുള്ളത്. ഇപ്പോൾ ആ ഒരു ഫീലിങ്സ് തുറക്കുമ്പോ തന്നെ അതൊന്നൊരു മണവും ഒക്കെ നല്ല മണം. നൈസ്.
ബട്ടർ ഇട്ടു. ഫസ്റ്റ് നമുക്ക് ആ വെള്ളം തന്നെ ടേസ്റ്റ് ചെയ്തു. Super taste guys, you must try it and it's very tasty, very easy. ഇനി ആ കൊറിയൻ ഗേൾസ് ഒക്കെ കഴിക്കുമ്പോഴത്തെ ആ ഒരു സൗണ്ട് മറ്റേ ഇഷാനി കൃഷ്ണയ്ക്ക് കഴിക്കുമ്പോൾ ആ കുക്ക് ചെയ്ത വീഡിയോന് ആ സൗണ്ട് വന്നു. ഞാൻ കുക്ക് ചെയ്ത വീഡിയോന് ആ സൗണ്ട് വരുന്നുണ്ടോ നോക്കാം. ലെറ്റ്സ് ട്രൈ ഇറ്റ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, കാരണം എൻ്റെ അടുത്ത് മൈക്കൊന്നും ഇല്ല. മൈക്കൊക്കെ അവിടെ മറന്നു വെച്ചിട്ട് വന്നിരിക്കുക. ഒരു കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഡു സപ്പോർട്ട്. ബൈ.